നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന സ്കാലപ്പ് സ്ലീവിൻ്റെ ട്രേസിങ് പേപ്പറിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ട്രേസിങ് പേപ്പറാണ്. അത് ട്രേസിങ് പേപ്പർ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് ഷീറ്റ് ബോണ്ട് പേപ്പറാണ് എടുത്തത്. അത് നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് സ്കെയില്, പെന്ന്, പെൻസില്, ഇങ്ങനത്തെ ഹോൾസ് ഉള്ളത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് 3/4 ഇഞ്ചിൽ ഒരു ലൈൻ വരയ്ക്കാം. ഇതുപോലെ വരച്ചതിന് ശേഷം ഇത് നമുക്ക് രണ്ടായിട്ട് മടക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം സ്ലീവ് ഇങ്ങനെ ഇവിടെ കുറച്ചൊരു ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്ലീവ് ഇങ്ങനെ അടയാളപ്പെടുത്താം. നമുക്ക് ട്രേസിങ് പേപ്പർ ആണെങ്കിൽ നമുക്ക് വേഗം എളുപ്പപ്പണിയാണ്, ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ വശവും വരയ്ക്കണം. ഇതിൽ അതുപോലെ തന്നെ നമുക്ക് ഇത് ചെറുങ്ങനെ കാണുന്നുണ്ട്, ഇതുപോലെ വരയ്ക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ലീവിൻ്റെ മോഡലായി. എല്ലാവരും ചെയ്യുമ്പം ട്രേസിങ് പേപ്പർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമുക്കിനി വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെറുങ്ങനൊരു ലൈൻ വരയ്ക്കാം, സെൻറ്റർ തിരിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ വരയ്ക്കും. ഇതെടുത്തിട്ട് ഇതിൻ്റെ ഏത് ഹോൾസാണോ വേണ്ട അതെടുക്കുക. ഞാൻ ഇതാണ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 2 ലൈൻ ഇവിടെ ഇങ്ങനെ 4 സ്ഥലത്ത് 4 ലൈൻ ഉണ്ട്. അതിൻ്റെ ഈ 2 ലൈൻ എടുത്തിട്ട് ഇതുപോലെ വെക്കുക. നമ്മൾ 3/4 ഇഞ്ചിൽ വരച്ചില്ലേ, ആ 2 ലൈനിലും മുട്ടണം. ഇതുപോലെ മുട്ടിയതിന് ശേഷം നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ അതേപോലെ തന്നെ ഇങ്ങോട്ടും ഈ 2 ലൈൻ മുട്ടിയതിന് ശേഷം വരയ്ക്കാം. നമുക്ക് സ്ലീവിൽ ഷെയ്ഡഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ പിന്നെ ഇതിനെല്ലാം നമ്മൾ ബീഡ്സ് വർക്കാണ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ ഷെയ്ഡ് സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരയ്ക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങോട്ട് ഇവിടം വരെ നമ്മൾ ലൈൻ മുട്ടിച്ചില്ലേ, നമുക്ക് പക്ഷേ ഇവിടെ വേണ്ടു. അതിന് ഈ ലൈനും മുട്ടണം. പക്ഷെ അത് ഫുള്ള് വരയ്ക്കേണ്ട, ഇത്ര. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ ചെയ്യുക. ഈ ലൈന് മുട്ടിയിട്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമ്മളിവിടെ ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ ഇത് ലൈന് ശരിയായിക്കോളും. അതേപോലെ തന്നെ ഇവിടെ ഇനി നമുക്ക് സെൻറ്ററിൽ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അന്നേരം എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി നമ്മൾ ചെയ്യുക. അത് രണ്ടിനും കൂടിയാന്ന് വെച്ചിട്ട് ചെയ്യുക. ആ രണ്ടിന് ഈ സെൻറ്ററിൽ ഈ ലൈനും വേണം, ഇത് രണ്ടും ഇതിൻ്റെ മേലെയും വേണം. ഒരു സെൻറ്ററിൽ ഇവിടെയും പിന്നെ ഈ സെൻറ്ററിൽ രണ്ടിലും വേണം ലൈന്. ആദ്യം നമുക്ക് ഇവിടെ യോജിപ്പിക്കാൻ നോക്കാം. പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെക്കൻഡ് ലൈന് വരുമ്പോഴാണ് സെൻറ്ററിൽ നമുക്ക് തുടങ്ങാൻ പറ്റാത്തത്. അതിൻ്റെ ഇപ്പുറത്ത് 2 വശവും ഇത് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇത്ര ഗ്യാപ്പ് വന്നാൽ സാരമില്ല, നമുക്ക് വേണമെങ്കിൽ ചെറുങ്ങനെ കൊടുക്കാം. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഭാഗം കാണൂലല്ലോ. അതേപോലെ തന്നെ ഇപ്പുറവും
ഇങ്ങനെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ട് ചെയ്യാം. നമുക്ക് തേർഡ് വരുമ്പോൾ സെൻറ്ററിൽ കിട്ടും. സെക്കൻഡിലാണ് നമുക്ക് ഈ 2 ലൈനിൽ തുടങ്ങുന്നത്. തേർഡിൽ നമുക്ക് ഈ സെൻറ്ററിൽ തന്നെ ചെയ്യാൻ പറ്റും. അതേപോലെ അതിന് ഇവിടെയും പിന്നെ ഇവിടെ ലൈന് മുട്ടണം. അതുപോലെ നമുക്കിനി തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തു പോകാം. നമുക്ക് തേർഡ് ലൈനും കഴിഞ്ഞ്. ഇനി ഫോർത്ത് ലൈന് നമുക്കിവിടെ ചെയ്യാൻ പറ്റൂല. ഫോർത്ത് ലൈനിൽ നമ്മൾ തേർഡ് ലൈന് ചെയ്ത പോലെ ചെയ്യാൻ പറ്റൂല. നമ്മൾ സെക്കൻഡ് ലൈന് ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. ഇതും കൂട്ടിയിട്ട്. നമുക്ക് വരയ്ക്കാൻ സിമ്പിളാണ്. ഈ ലൈന് ശ്രദ്ധിച്ചാൽ മതി. ട്രേസിങ് പേപ്പർ നമുക്ക് ത്രെഡ് ഹൗസിലെല്ലാം വാങ്ങാൻ കിട്ടും. നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. എൻ്റെ അടുത്തുള്ള ട്രേസിങ് പേപ്പർ തീർന്നു പോയതുകൊണ്ടാണ്. അതിൽ A4 ഷീറ്റായിട്ട് കിട്ടും, പിന്നെ വലിയതും കിട്ടും. A4 ഷീറ്റാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യണ്ട. വലിയ ഷീറ്റിലാകുമ്പോൾ നമുക്ക് A4 ഷീറ്റിന് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. അതേപോലെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്യാം. മരിഞ്ഞു. പിന്നെ വെച്ചാൽ നമുക്ക് ഇനി 1 2 3 4 ഇനി ഫിഫ്ത്തിൽ നമുക്ക് സെൻറ്ററിൽ തന്നെ ചെയ്യാം. അങ്ങനെ മേലോട്ട് സെൻറ്ററിൽ ചെയ്യാൻ പറ്റാതെ സെക്കൻഡ് ലൈൻ ഫസ്റ്റിൽ ഇതും കൂടിയും കൂട്ടി ചെയ്യാം. സെൻറ്ററിൽ ചെയ്യാൻ പറ്റുന്നത് ഇത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ചെയ്യാം. നമുക്കിത് ഫുള്ള് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണാം.